ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടിയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല മധുരത്തോടുകൂടിയുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ഓയിലൊന്നും ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല. എല്ലാവർക്കും ഒരേ രീതിയിൽ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 ഗ്ലാസ് അളവിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ 2-3 ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇനി അതെല്ലാം ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ഏത് കൊണ്ട് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതായത് ഇതിൽ മധുരത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ 2 അച്ച് വലിയ ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ഉണ്ടാവും. ഇതിലേക്ക് ഏകദേശം ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് പൊടിക്ക് ഏകദേശം 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കരപ്പാനി റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഈ ഒരു ശർക്കരയൊക്കെ ഒന്ന്. അപ്പോൾ ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഗോതമ്പ് പൊടി ഒന്ന് നനച്ചെടുക്കണം. അതായത് നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് നനച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നനച്ചെടുക്കുന്നത്. വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ചെടുക്കുക. സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പുട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ നനച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഗോതമ്പ് പൊടിയൊക്കെ നനച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും അധികമാവാതെ ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നനച്ചെടുക്കുക. സാധാരണ നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുമ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് നമ്മൾ നനച്ചെടുക്കും. അപ്പോൾ ഇത് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. നമ്മളിത് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് നനച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ടീസ്പൂണും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. പൊടിയെല്ലാം നല്ല രീതിയിൽ നനഞ്ഞ് കിട്ടണം. ഇപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി നല്ല രീതിയിലൊന്ന് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മതി കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ശർക്കരപ്പാനി റെഡിയാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശർക്കരയൊക്കെ നല്ല രീതിയിൽ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗോതമ്പ് പൊടി. അപ്പോൾ അതുകൊണ്ട് പുട്ടൊന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചിരട്ടപ്പുട്ട് തയ്യാറാക്കുന്നതിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ സാധാരണ പുട്ടുകുറ്റിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ പുട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ അടിയിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടാണല്ലോ ഈ ഒരു പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കല്. അപ്പോൾ അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ആവി വരുമ്പോൾ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴേ പെട്ടെന്ന് ഇത് ആവി കയറി കിട്ടുള്ളൂ. 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ 1.5 ഗ്ലാസ് പൊടിയെടുത്ത് നനച്ചിട്ട് തയ്യാറാക്കിയപ്പോൾ ഇതിൻ്റെ 3 പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ഒരു പാത്രത്തിന് 3 പ്രാവശ്യം തയ്യാറാക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് കിട്ടും. ചൂട് പോയിട്ട് വേണം നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചൂടൊക്കെ നല്ലപോലെ പോയി കിട്ടും. ഏകദേശം ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് സമയം നിന്നിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ ഇത് കട്ടായിട്ട് പോവും. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ ഇത് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതാ ഫസ്റ്റത്തത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ ബാക്കിയുള്ളതും ചെയ്തെടുക്കാനും. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ എല്ലാതും ഒരേപോലെ ആയി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നല്ല തണുത്തതിൻ്റെ ശേഷം മാത്രം വേണം കേട്ടോ ചെയ്തെടുക്കാനും. ഞാനിവിടെ ഇത് 3 തവണയായിട്ട് ഇട്ടിട്ടാണ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതാ എല്ലാം നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതോടെ മാറ്റി വെക്കാം.
അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ഗ്ലാസ്സോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പൊടി അളന്ന ആ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് തേങ്ങയൊക്കെ എടുക്കണം. അപ്പോഴേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കട്ടോ. ഈ ഒരു തേങ്ങയുടെ വെള്ളപ്പറ്റൊക്കെ നല്ല രീതിയിൽ മാറി കിട്ടുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഏകദേശം മീഡിയം ടു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റോളം ഇതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോഴേ ഉള്ളൂ ഒന്ന് റെഡി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അതാ തേങ്ങയുടെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ശർക്കരപ്പാനി മുഴുവനായിട്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വറ്റിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇനി ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഗോതമ്പ് പൊടി അത്യാവശ്യം നല്ല രീതിയിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ചുവയൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഈ ഒരു ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടും. ഇപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വറ്റി കിട്ടണം കേട്ടോ. മുഴുവനായിട്ട് വറ്റിച്ചെടുക്കണ്ട, ഒരു 1/4 ഭാഗത്തോളം മാത്രം മതി. ഇപ്പോൾ നമ്മൾ ഒഴിച്ച ശർക്കരപ്പാനിയുടെ 1/4 ഭാഗത്തോളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുട്ടിൻ്റെത് ഇട്ട് കൊടുക്കാം. ആദ്യം പകുതി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ശർക്കരപ്പാനി നല്ല വറ്റിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൊടി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. അതായത് ശർക്കരയും ആ ഒരു തേങ്ങയൊക്കെ ഈ ഒരു പൊടിയുടെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പൊടി അത്യാവശ്യം നല്ലപോലെ കുക്ക് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ശർക്കരയും തേങ്ങയൊക്കെ ഒരു പൊടിയുടെ എല്ലാ വശത്തും എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നെയ്യിലാണ് തേങ്ങയൊക്കെ വഴറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. എന്നാലും ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ഒരുപാട് തണുത്തിട്ട് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ചെറിയ ചൂടോടുകൂടെ കഴിക്കുന്നതാണ് കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ പുട്ട് തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ആ ഒരു പുട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ മധുരത്തിന് ഇതിൽ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഏത് പ്രായക്കാർക്കും കഴിക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.